ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് വേറെ ലെവലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആനിമേറ്റഡ് സ്റ്റോറീസും അല്ലാതെ വേറെ ഒരുപാട് സ്റ്റോറി ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിലുണ്ട്. ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ തുടക്കത്തിൽ ഒരു 2-3 വീഡിയോസ് കാണിച്ചു തന്നില്ലേ, അതെല്ലാം ഈ ഒരു ആപ്പ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൻ്റെ ലെവൽ തന്നെ മാറും ഈ ആപ്പ് യൂസ് ചെയ്യുന്നതോടെ. അതുപോലത്തെ കിഡിലെ ടെംപ്ലേറ്റ്സ് ആണ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രീമിയം പാക്കുകളാണ് കൂടുതലായിട്ടുള്ളത്. അക്കൗണ്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി. ഈ ഒരു ആപ്പിൻ്റെ പേരെന്ന് വെച്ചാൽ മൊജീറ്റോ എന്നാണ്. അപ്പോൾ നിങ്ങൾ മൊജീറ്റോ മോഡ് APK എന്ന് അടിച്ചെടുത്ത കുറേ വെബ്സൈറ്റ് വരും. അതിനായിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോന്നിയൊരു വെബ്സൈറ്റ് കയറിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ടെംപ്ലേറ്റ്സും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പണായി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോ ഇടാനോ സ്റ്റോറി ഇടാനോ അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടെംപ്ലേറ്റ് എടുക്കുക, അതിനുശേഷം യൂസ് എന്നുള്ള ഐക്കണെ ഞെക്കുക. ആ യൂസ് എന്നുള്ള ഐക്കണെ ഞെക്കി കഴിയുമ്പം ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിനുശേഷം ഈ ഒരു ഫോട്ടോൻ്റെ ഐക്കണെ ഞെക്കും ഇവിടെ. എന്നിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ആഡ് കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങോട്ട് ആഡ് ആയിക്കോളും. എന്നിട്ട് ഇതുപോലെ ആ ഒരു മ്യൂസിക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൂ, ഞാനത് കേൾപ്പിക്കുന്നതിന് കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. ആ ഒരു മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോട്ടോൻ്റെ ഐക്കണിൽ നിൽക്കുക, നിങ്ങളുടെ ഗാലറിയിലെ ഫോട്ടോസ് ഇങ്ങനെ ഓരോന്നിട്ട് സെലക്ട് ചെയ്താൽ മതി. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഓക്കെ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു മ്യൂസിക്കിനൊപ്പം ഈ ഒരു ഫോട്ടോസ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അടുത്തായിട്ട് നമുക്കൊരു ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ആനിമേറ്റഡ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റുകളാണ്. ഈ ആനിമേറ്റഡ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമേഷനുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഇങ്ങനെ സ്ക്രോൾ ചെയ്തില്ല ഇങ്ങനെ സൈഡിലോട്ട് നീക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടെംപ്ലേറ്റ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും. ആനിമേറ്റഡ് ടെംപ്ലേറ്റ്സ് ഇവിടെ കുറച്ചാണ്, പക്ഷേ അത് ഉള്ളതൊക്കെ അടിപൊളി സാധനങ്ങളാണ്. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കുന്നു, എന്നിട്ട് യൂസ് കൊടുക്കുന്നു. അതിനുശേഷം ഇതെങ്ങനെ ഒരു സംഭവം വരും. ഇവിടെ ഓരോ ഫോട്ടോസ് നിങ്ങളുടെ ഗാലറിയിൽ നിന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് ആഡ് ഫോട്ടോസ് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങോട്ട് ആഡ് ആയിക്കോളും. ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. അങ്ങനെ ഇഷ്ടമുള്ള ഫോട്ടോസ് ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒരു കിഡിലിന് ആനിമേറ്റഡ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയ ശേഷം ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. സേവ് ടു ആൽബം, ഷെയർ ടു സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയർ ടു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീൽസും അതുപോലുള്ള ഇതിലേക്കൊക്കെ ഇതുപോലത്തെ ആനിമേറ്റഡ് സ്റ്റോറീസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് തൊട്ടപ്പുറത്തുള്ളതാണ് നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഇതിപ്പോൾ ആനിമേറ്റഡ് സ്റ്റോറീസ്, ഇവിടെ വീഡിയോസ്, ഇവിടെ അല്ലാതെ സ്റ്റോറി മാത്രം, ഫോട്ടോ വെച്ച് അല്ലാതെ സ്റ്റോറി മാത്രം, ആനിമേഷനൊന്നും ഇവിടെ കാര്യമായിട്ടില്ല. ഇവിടെ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഓരോന്ന് എടുത്താൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് ഉണ്ട്. ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്നു, അതിനുശേഷം ഈ ഒരു ഐക്കൺ നിൽക്കുന്നു, നിങ്ങളുടെ ഗാലറിയുള്ള ഫോട്ടോസ് ഇങ്ങോട്ട് കാണിക്കും. ഏതൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കിവിടെ ഓരോ കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും. ഇതിവിടെ അതിൻ്റെ ബ്ലറിന് വ്യത്യാസം വരുത്താം, എന്ത് വെള്ളമൊക്കെ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ കൊടുക്കാം. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഗ്രേഡ് ചെയ്യാനൊക്കെ സാധിക്കും. ടിക്ക് ഐക്കൺ കൊടുക്കുക. ആ ഫോട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ടെക്സ്റ്റിൻ്റെ ഐക്കൺ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഹായ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ധാരാളം ഫോൺസ് ഉണ്ട്. ഇതിങ്ങനെ മാറ്റി കൊടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോഴോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ കൊടുത്ത് ഈ ഡൗൺലോഡ് ബട്ടനെ പ്രസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് സേവ് ടു ആൽബം കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്ത ഫോട്ടോസൊക്കെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ആ വെബ്സൈറ്റിൻ്റെ പേര് unsplash.com എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയിട്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വാൾപേപ്പർ ഇടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കിഡിലിന് ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ബൈ.